ഗായ്സ്, പോച്ചീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ വീഡിയോ എക്സ്പോ 2020 ദുബായിലേക്കുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ്. ഓക്കെ, വളരെ സ്പെഷ്യലാണ്. പെട്ടെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഈ ഒരു പവലിലേക്ക് പോകുന്നത്. ഞങ്ങൾ എക്സ്പോ റൈഡർ ബസ്സാണ് ഞങ്ങൾ എക്സ്പോയിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. UAE എല്ലാ എമിറേറ്റ്സിനും എക്സ്പോ റൈഡർ ബസ് അവൈലബിൾ ആണ്. അതായത് ബസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പോ റൈഡർ ബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 അവറിലും നമുക്ക് ഈ ഒരു ബസ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം. 192 രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു സംഭവമാണ് ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പോ ചരിത്രത്തിൽ ഒരു ഫസ്റ്റ് ടൈമാണ് അതാത് രാജ്യങ്ങൾക്ക് ഓരോ രാജ്യങ്ങൾക്കും ഓരോ പവലിയനാണ്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും ആ ഒരു സംസ്കാരം, അവരുടെ യുണീക്കായിട്ടുള്ള എന്താ പറയുക, നമുക്ക് അവരുടെ ആർക്കിടെക്ചറും ഡിസൈൻസും അതുപോലെ ഫുഡ് എല്ലാം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. 192 രാജ്യങ്ങളെയും വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പവലിയനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് 3 ഒരു ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ 3 ഒരു പവലിയൻ എന്ന് നമുക്ക് പറയാം. ഈ ഒരു 3 പവലിയനകത്താണ് ഈ രാജ്യങ്ങളൊക്കെ പവലിയൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, അങ്ങനെ 3 പവലിയനാണ്. ഈ 3 പവലിയനകത്താണ് ഈ 192 രാജ്യങ്ങളുടെയും പവലിയൻ ഉള്ളത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി പവലിയനിലേക്കാണ്. ഈ ഓപ്പർച്യൂണിറ്റി പവലിയനിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പവലിയൻ അതിനകത്താണ്. പിന്നെ അതുപോലെ തന്നെ UAE പവലിയൻ, UK പവലിയൻ, പാകിസ്ഥാൻ പവലിയൻ, ഇന്തോനേഷ്യ, ഒരുപാട് മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇനോഗ്രേഷൻ ചെയ്ത അൽവസൽ പ്ലാസ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡോമൊക്കെ ഉള്ള, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, ആ ഒരു സ്പോട്ടൊക്കെ വരുന്നത് ഈ ഓപ്പർച്യൂണിറ്റി പവലിയനകത്താണ്. എക്സ്പോയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഓൺ കാർ യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സ്പോട്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓരോ പവലിയനിലും ഡിഫറെൻ്റ് ആണ്. ഓരോ പാർക്കിംഗ് സ്പോട്ട് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും യൂസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എക്സ്പോ സിറ്റിക്കകത്ത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നതെല്ലാം ഇവർ എക്സ്പോക്ക് വേണ്ടി മാത്രമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ മെട്രോ റെയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അമേസിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സൂപ്പർബാണ്. കാരണം വേറൊരു സിറ്റിക്കകത്തല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു എക്സ്പോ സിറ്റിക്കകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. എക്സ്പോയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് മെട്രോ യൂസ് ചെയ്യാം. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എമിറേറ്റും എക്സ്പോ റൈഡർ ബസ്സുകളുണ്ട്. എക്സ്പോ റൈഡർ ബസ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിക്ക് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ ആണ്. എല്ലാ എമിറേറ്റ്സിൽ നിന്നും ബസ് സ്റ്റേഷനിൽ എക്സ്പോ റൈഡർ സ്പോട്ട് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ബസ് ഉണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മെട്രോയിലേക്ക് ഒരു മിനിമം ചാർജ് വരുന്നത് 20 ദിർഹം മിനിമം ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ കാറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഓരോ പവലിയനിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാർക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ബാർകോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, പിന്നീട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ വളരെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വളണ്ടിയേഴ്സ്, സെക്യൂരിറ്റീസ് എല്ലാം വളരെ എനർജറ്റിക് ആയിട്ടുള്ള സെക്യൂരിറ്റീസും വളണ്ടിയേഴ്സാണ് അവിടെ ഉള്ളത്. എക്സ്പോക്ക് അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഫ് ബഗ്ഗീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടയേർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ബഗ്ഗീസ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പോ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ട്. നമുക്ക് ആ ഒരു പവലിയനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മെയിൻ സ്പോട്ടിലെല്ലാം നമ്മളെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനി ട്രെയിൻ തന്നെയുണ്ട്. അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് എക്സ്പോ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആണ്.
അത്രയും വലിയ ഒരു സംഭവം തന്നെയാണ് ഈ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും ഫോട്ടോ സെഷനൊക്കെ എല്ലാവരും മെയിനായിട്ട് ഒരു നമുക്ക് എക്സ്പോയിലുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരിലും ഈ ഒരു ഗേറ്റ് നിറഞ്ഞു നിൽക്കും. $192 രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇവിടെ പാറി പറന്ന് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ സൂം ചെയ്ത് കണ്ടുപിടിച്ചു. അതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നല്ല സൂപ്പറായിട്ട് പാറി കളിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമാണ്. ഇത്തരം കിയോസ്ക് നമുക്ക് എക്സ്പോയിൽ ഒരുപാട് കാണാൻ കഴിയും. എക്സ്പോ ലോഗോട് കൂടിയിട്ടുള്ള കീ ചെയിൻസ്, ബാഗ്, പാസ്പോർട്ട് ഇവിടെ അവൈലബിൾ ആണ്. 20 ദിർഹത്തിന് നമുക്ക് ഇവിടെ എക്സ്പോ പാസ്പോർട്ട് അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു സുവനീർ ആയിട്ട് യൂസ് ചെയ്യാം. ഓരോ പവലിയനിൽ കയറുമ്പോഴും അവരുടെ അതാത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് നമുക്ക് ഇതിൽ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അപ്പോൾ നമുക്കൊരു എക്സ്പോയുടെ ഒരു സ്വീറ്റ് മെമ്മറി ആയിട്ട് നമുക്ക് ഈ ഒരു പാസ്പോർട്ട് യൂസ് ചെയ്യാം. ഒമാനി ടീമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ട്രഡീഷണലി ഒരു മ്യൂസിക്കും ഒരു പാട്ടൊക്കെ ആയിട്ട് ഒരു ടീം ഇവിടെ ഞങ്ങൾ കണ്ടു. ഇത് മിഷൻ ഇമ്പോസിബിൾ എന്നൊരു പവലിയനാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ അവരുടേതായിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിൽ അവർ കൊണ്ടുവന്ന ഐഡിയാസ്, അവർ സോളാർ പാനൽ വെച്ചിട്ട് ചെയ്യുന്ന ഫാമിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി, അത്തരം കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പവലിയനാണ് ഈ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്.
有点影响。Hello. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ്പോയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ വാക്സിനേറ്റഡ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കോവിഡ് നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾ എൻട്രി പോയിന്റിൽ നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ PCR എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പോനകത്ത് തന്നെ സൗകര്യമുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വേൾഡ് പാർക്കിങ്ങിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്പോയിൽ എത്തിയതിനു ശേഷം PCR എടുക്കാനാണെന്നുണ്ടെങ്കിൽ ബൈ ടാക്സി നിങ്ങൾക്ക് പോവാം. മിനിമം ചാർജ് 20 ദിർഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മിനിറ്റ്സോളം റണ്ണിങ് ഉണ്ട്. അറൗണ്ട് 40 ദിർഹത്തോളം നിങ്ങൾക്ക് വരും. പിന്നെ ഒരു 6 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്നതാണ്. അതിനുശേഷം നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോയിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പോയത് ബ്രൂണോ പവലിയനിലാണ്. Thank you for coming. Hello. അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ കാലിഗ്രാഫി, ലൈറ്റ് ഷോസ് കാര്യങ്ങളൊക്കെയാണ് ഈ പവലിയനകത്തുള്ളത്. ഓപ്പർച്യൂണിറ്റി പവലിയനിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് പാകിസ്ഥാൻ പവലിയൻ. വളരെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പവലിയനാണ്, നല്ലൊരു ഡിസൈനാണ്, നല്ലൊരു ആർക്കിടെക്ചറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്ന പവലിയൻ ഇന്തോനേഷ്യൻ പവലിയനാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു നല്ലൊരു ആർക്കിടെക്ചറാണ് ഈ ഒരു പവലിയനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സൗദി പവലിയനാണ് നിങ്ങൾ കാണുന്നത്. ഓപ്പർച്യൂണിറ്റി പവലിയനകത്ത് സൗദി പവലിയൻ വളരെ അട്രാക്റ്റീവ് ആണ്. ഇതിന്റെ താഴെ കാണുന്നത് ശരിക്കും ഒരു മിറർ തന്നെയാണ്. റിഫ്ലക്ഷൻ വരുമ്പോഴാണ് ആ ഒരു പവലിയന്റെ ഭംഗി വരുന്നത്. എക്സ്പോക്കകത്തുള്ള നടപ്പാത എന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അത് സിന്തറ്റിക് ട്രാക്ക് വേറെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ സിന്തറ്റിക് ട്രാക്കിലൂടെ നമുക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഇപ്പോൾ നമുക്കൊരു റൂഫ് പോലെ അവർ എല്ലാ ഒരു ഇതിലും ഒരു റൂഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാരണം തന്നെ നമുക്ക് വെയിലും കാര്യങ്ങളുടെ ഒക്കെ ഒരു ആ ചൂടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ കാണുന്നത് ഓപ്പർച്യൂണിറ്റി പവലിയനിലെ മെയിൻ സ്റ്റേജ് ആണ്. വൈകിട്ടൊക്കെ നല്ല ഷോസും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, ഈ സ്റ്റേജിലാണ് ഉണ്ടാവാറുള്ളത്. സ്വിറ്റ്സർലാൻഡ് പവലിയൻ ആണ് ഇത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവലിയൻ ആണ് സ്വിറ്റ്സർലാൻഡ് പവലിയൻ.
ഈജിപ്ത് പവലിയനാണ് നിങ്ങൾ കാണുന്നത്. ഈജിപ്ത് പവലിയൻ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിനോട് ഈ പവലിയനോട് ചേർന്നിട്ട് തന്നെ ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് മമ്മി സ്റ്റാച്ചു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാച്ചു ഇതിനോട് ചേർന്നിട്ട് തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. UK പവലിയനാണ് നിങ്ങൾ കാണുന്നത്. UK പവലിയൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവലിയനാണ്. ഓപ്പർച്യൂണിറ്റി പവലിയനകത്ത് പിന്നെ പവലിയനിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവലിയൻ എന്ന് പറയുന്നത് UK പവലിയൻ ആണെന്ന് പറയാം. അവരുടെ ആ ഒരു ഡിസൈൻ തന്നെ, അവരുടെ ആർക്കിടെക്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരുപാട് അതുപോലെ തന്നെ അത്രയും ഒരുപാട് റഷാണ് UK പവലിയനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് റഷാണ് ഇവിടെ. നല്ലൊരു പവലിയനാണ് UK പവലിയൻ വരുന്നത്. ആ ഒരു ഭംഗി, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണത്. നമ്മുടെ ഇന്ത്യൻ പവലിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. നമുക്ക് അവിടെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്. അവിടെ തന്നെ ചെയേഴ്സും അതുപോലെ തന്നെ കുഷ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് പേര് ഇവിടെ ഉറങ്ങുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഹാങ് ഔട്ടിങ് ഏരിയ ആണ് ഈ ഒരു പാർക്കായിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് അൽവസൽ പ്ലാസയുടെ ഡോം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇനോഗ്രേഷനിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ ഒരു ഡോം. ഇത് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് കാണുന്നത്. ഇവിടേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും റഷായിരുന്നു. അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെയും പവലിയനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് എമിറേറ്റ്സ് പവലിയൻ ആണ്. എമിറേറ്റ്സ് പവലിയൻ എന്ന് പറയുമ്പോൾ ഈ എക്സ്പോക്കകത്ത് പാർട്ട്നേഴ്സ് പവലിയൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഈ എമിറേറ്റ്സ് പവലിയൻ. ഈ ഒരു പവലിയൻ രാത്രി കാണാൻ വളരെ ഭംഗിയാണ്. ഈ കാണുന്നത് ഇസ്രായേൽ പവലിയനാണ്. ഒരു വെറൈറ്റി ഒരു പവലിയനാണ് ഇത്. തിയേറ്റർ പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. കുറേ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലൈറ്റ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പവലിയനാണ്. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പവലിയനാണ് ഇസ്രായേൽ പവലിയൻ. ഇതിന് കൂടെ ചേർന്ന് നമുക്ക് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ പവലിയനാണ്. ഇന്ത്യൻ പവലിയൻ ഒരു ഡിഫറെൻറ്റ് പവലിയൻ തന്നെയാണ്. കാരണം ഒരുപാട് ബ്ലോക്സ് ആണ്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരുപാട് ബ്ലോക്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. വളരെ നല്ലൊരു ഡിസൈനും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവലിയൻ തന്നെയാണ് ഇന്ത്യൻ പവലിയൻ. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്യൂ ഇന്ത്യൻ പവലിയനിൽ തന്നെയാണ്. ഒരുപാട് കിലോമീറ്റർ കണക്കിനാണ് ക്യൂ. ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല ഒരു ഇന്ത്യൻ പവലിയനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇറ്റാലിയൻ പവലിയനാണ്. നല്ല റഷാണ്. വൈകിട്ടാണെന്നുണ്ടെങ്കിലും നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, എക്സ്പോയിലെ നൈറ്റ് വ്യൂ കിടിലനാണ്, വേറെ ലെവലാണ്. എല്ലാ പവലിയൻസും
അറേഞ്ച്മെന്റ്സും വളരെ നല്ല ലൈറ്റിങ്ങും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് എക്സ്പോ നൈറ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ എക്സ്പോയിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 വ്യൂസും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ പകൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചൂടാണ്. പക്ഷെ എന്നാൽ കൂടെ എക്സ്പോക്കകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ പേരും നമുക്ക് എന്താ പറയുക ടയേർഡ് ആവുന്നത് ഓരോ പവലിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂല് നിന്നിട്ടാണ്. ഓക്കെ, ക്യൂല് നിൽക്കുമ്പോൾ അത്രയും ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് കൂടുതൽ പേരും ടയേർഡ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സജഷൻ വെച്ചിട്ട് നിങ്ങൾ എക്സ്പോനകത്തേക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കൂടുതൽ വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് വരും. ഇപ്പോൾ ബാഗ്സ്, ഇപ്പോൾ ലഘു ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് സ്നാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം. കാരണം അതിനകത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫുഡും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ബാഗ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. റീഫിൽ ചെയ്യാനുള്ള ഒരുപാട് ഹബ്ബുകൾ നിങ്ങൾക്ക് കിട്ടും. കാരണം നല്ലപോലെ വെള്ളം കുടിക്കണം. കാരണം ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ടയേർഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ലഘുവായിട്ടുള്ള കുറച്ച് സ്നാക്സ് വെള്ളമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിരിക്കും. സൗദി പവലിയൻ്റെ നൈറ്റ് വ്യൂ ആണത്. വേറെ ലെവലാണ്. സൂപ്പർ ലൈറ്റിങ്ങും സൂപ്പർ ഡിസൈനും ഒക്കെ ആയിട്ടാണ് നൈറ്റ് വ്യൂവിൽ നിങ്ങൾക്ക് ആ ഒരു സൗദി പവലിയൻ കാണാൻ കഴിയുക. കാണുന്നതാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി പവലിയന്റെ ഫ്രണ്ട് ഏജ്. ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഒരുപാട് പേര് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതൽ പേരും നൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോയില് എല്ലാം സൂപ്പറാണ്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെ എക്സ്പോ റൈഡർ ബസ് സ്റ്റേഷൻ ഉണ്ട്. എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എക്സ്പോന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്.